ചുങ്കപ്പാറ യുവജന കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഈ സായാഹ്ന സമയത്ത് ചുങ്കപ്പാറ യുവജന കൂട്ടായ്മ ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ബോധ്യമുള്ളവരാണ്. ഇന്നലെ ലക്നൌ യുപിയിൽ സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന ഒരു സർവേക്കെതിരെ പ്രതിഷേധം നടത്തിയ 5 മുസ്ലിം സഹോദരന്മാരെ യുപിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കയ്യിലിരുന്ന തോക്കുകൊണ്ട് നിർദാക്ഷിണ്യം അവരെ വധിച്ചു കളയുകയുണ്ടായി. ബഹുമാനപ്പെട്ട നഈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതുപോലെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ, അൻസാരി എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ, ഇങ്ങനെ 3 പേരെ ഇന്നലെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വാർത്തയിൽ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് 17 വയസ്സുൾപ്പെടെയുള്ള 2 സഹോദരന്മാരും കൂടി കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഷാഹി മസ്ജിദിൽ നടന്ന സർവേക്കെതിരെ മാന്യമായ നിലയിൽ പ്രതിഷേധിച്ച 5 യുവാക്കളെ യുപിയിലെ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കയ്യിലിരുന്ന തോക്കിന് ഇരയാക്കിയെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ചുങ്കപ്പാറ യുവജന കൂട്ടായ്മ ഈ സായം സന്ധിയിൽ ഇതുപോലൊരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, നാം താമസിക്കുന്ന ഇന്ത്യ, നമ്മുടെ രാജ്യമായ ഇന്ത്യ, ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ, ഈ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് സവിശേഷതകളുമുണ്ട്. എന്താണ് ഈ രാജ്യത്തിന്റെ സവിശേഷത? ഈ രാജ്യത്ത് നാനാജാതി മതവിഭാഗക്കാർ, ഒരുപാട് സംസ്കാരം സ്വീകരിച്ചവരുണ്ട് ഈ രാജ്യത്ത്, ഒരുപാട് മതവിഭാഗക്കാരുണ്ട് ഈ രാജ്യത്ത്, ഒരുപാട് ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ വേഷം ധരിക്കുന്നവർ, എല്ലാവരും ഏകോദര സഹോദരന്മാരായി പരസ്പര സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ത്യ രാജ്യം. എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം തകർക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ സമത്വവും സാഹോദര്യവും ഈ രാജ്യത്ത് നിലനിന്നിരുന്ന സന്തോഷവും തകർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇത് രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ഈ രാജ്യത്ത് മതവിദ്വേഷമുണ്ടാക്കുവാൻ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ, വർഗീയത ഉണ്ടാക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ്, അതിനുശേഷം NRCയും CAയും തുടങ്ങുന്ന പൗരത്വ ബില്ല് നടപ്പിലാക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ ഇവിടെ നടത്തിയത്. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ പൂർവീകർ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തിരിക്കുന്ന വഖഫ് സ്വത്തിന്റെ മേൽ അവർ കൈകടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ നാനാഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മതകലാലയങ്ങൾ, മദ്രസകൾ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് മദ്രസകൾ പൂട്ടണമെന്നും സീല് ചെയ്യണമെന്നും മദ്രസാധ്യാപകർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പിൻവലിക്കണമെന്നുമുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഇന്ന് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. 1992 ഡിസംബർ 6-ാം തീയതി 4.5 പതിറ്റാണ്ട് കാലം ഏകനായ റബ്ബിന് സാഷ്ടാംഗം നമിച്ചിരുന്ന, അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുടെ കരാള ഹസ്തങ്ങളാൽ ആ ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തകർന്നു വീഴുമ്പോൾ, അതിന്റെ കരിംഭിത്തികൾ തകർന്നു വീഴുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. തീർന്നില്ല. തൊട്ടു പിന്നാലെ അവർ ചൂണ്ടിയത് ഗ്യാൻഭാവി മസ്ജിദിലേക്കാണ്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ഇന്ന് യുപിയിലെ സംഭാലിലെ ഷാഹി മസ്ജിദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ അത് തകർക്കാൻ, അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നടക്കുന്ന കലാപങ്ങളും സർവേയും അവിടെ നടന്ന കൊലപാതകങ്ങളുമെന്നും ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. എന്താണ് ഈ ഷാഹി മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ്. ചന്ദൌസിയിലെ കൽക്ക ദേവി ക്ഷേത്രത്തിലെ പുരോഹിതനായ, ഇപ്പോൾ ഈ ഷാഹി മസ്ജിദിൽ ഒരു സർവ്വ നടക്കാനും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഈ വെടിവെപ്പിലൂടെ 5 പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെടുന്നതിന്റെയും പിന്നിൽ ഒരു സംഭവമുണ്ട്. എന്താണ്? ക്ഷേത്രത്തിലെ പുരോഹിതനായ
ഋഷിരാജ് ഗിരി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ കോടതിയിൽ ഒരു പരാതി കൊടുത്തത്രേ. എന്താണ്? മുഗൾ രാജാവായ ബാബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ 1529 ഹരിഹര ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ഷാഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നും ആ പള്ളി തിരിച്ചു കിട്ടണമെന്നും തന്നെയല്ല, അവരുടെ അവതാരമായ കൽക്കി അവതാരം ജനിക്കാൻ പോകുന്ന സ്ഥലമാണ് ഷാഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് ഷാഹി മസ്ജിദ് ഞങ്ങൾ തകർക്കുമെന്നും അത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും അവിടെ ഞങ്ങൾ ക്ഷേത്രം പണിയണമെന്നും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ പുരോഹിതൻ കൊടുത്ത പരാതിയെ തുടർന്നുകൊണ്ടാണ് ഇന്നവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു പരാതി കോടതിയിൽ കിട്ടി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ യു പിയിലെ പോലീസിന്റെ അകമ്പടിയോടുകൂടി, യു പിയിലെ ഷാ ജുമാ മസ്ജിദിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടി ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഏതാണ്ട് ഈ പരാതി ചെന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സർവ്വയ്ക്ക് ഓർഡർ വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ യു പിയിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർ ആ ജുമാ മസ്ജിദിലെത്തി. അതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അവിടെ ആദ്യമായിട്ട് ഈ സർവ്വെ നടക്കുന്നത്. അതിനുശേഷം നടന്നത് ഇന്നലെയാണ്. ഇന്നലെ നടന്ന സർവേക്കെതിരെ പ്രതിഷേധിച്ച 5 യുവാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. 5 പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ ഷാഹി മസ്ജിദിൽ നടന്ന സർവയ്ക്കെതിരെ പ്രതിഷേധിച്ച 5 പ്രിയപ്പെട്ട സഹോദരന്മാർ. ആ 5 പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവരുടെ യു പി പോലീസിന് അവരുടെ ഭൗതിക ശരീരം മാത്രം തകർക്കാനേ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അവരുടെ ദേഹത്ത് കുടികൊണ്ടിരുന്ന ദേഹിയുണ്ട്, അവരുടെ ആത്മാക്കളുണ്ട്. അവരുടെ ആത്മാക്കളെ ഒരിക്കലും നശിപ്പിക്കാൻ യു പി പോലീസിനോ അമിത്ഷായുടെ പോലീസിനോ മോഡി സർക്കാരിന്റെ പോലീസിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ആത്മാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംബാത് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പട ചെയ്ത് പോരാളികളായ രക്തസാക്ഷികളെ സംബന്ധിച്ച് നിങ്ങളും മരിച്ചു പോയവരാണ് എന്ന് പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവരുടെ റബ്ബിങ്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, പ്രവിശാലമായ സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ആ 5 യുവാക്കളുടെ ആത്മാക്കൾ, അവരുടെ റൂഹുകൾ പച്ചത്തത്തകളെ പോലെ പാറിപ്പറന്ന് നടക്കുന്നുവെങ്കിൽ അവരുടെ ഭൗതിക ശരീരം മാത്രം നശിപ്പിക്കാനേ ആ യു പി പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ആ സഹോദരന്മാർക്ക് സ്വർഗത്തിൽ ഉയർന്ന ദർജ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 5 പ്രിയപ്പെട്ടവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് നീതി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ഒരേ ഒരു കാര്യം, ബാബരി മസ്ജിദ് തുറന്ന് ഗ്യാംബാപ്പിയിലെ മസ്ജിദ്, അതുപോലെ ഷാഹി ജുമാ മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം 1947 മസ്ജിദ് നിലകൊണ്ടിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും 1947 മസ്ജിദായി നിലകൊണ്ടിട്ടുള്ള ആരാധനാലയങ്ങളായി നിലകൊണ്ടിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും തുടർന്നും ആരാധനാലയങ്ങളായി നിലകൊള്ളണം. അത് തൽസ്ഥിതിയിൽ തുടരണമെന്നാണ് 1991 പാർലമെന്റിൽ പാസാക്കപ്പെട്ട നിയമമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബാബരി മസ്ജിദിന് പിന്നെ യാൻഭാവിയും ഷാഹി ജുമാ മസ്ജിദും തുടർന്ന് പല പള്ളികളും ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സായം സന്ധ്യയിൽ ഈ ചുങ്കപ്പാറയുടെ ഈ ഹൃദയഭാഗത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, നമ്മുടെ രാജ്യം, ഈ മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വെള്ളപ്പട്ടാളക്കാരോട് പടപൊരുതി സന്ധിയില്ലാ സമരം നടത്തിയവർ നമ്മുടെ പൂർവികർ. അവര് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർഗം നോക്കാതെ തോളോട് തോളൊരുമി പരസ്പര സ്നേഹത്തോടെ മമതയോടെ അവർ പൊരുതിയതിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യം
ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും വെള്ളക്കട്ടാളക്കാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന് മോചനം ലഭിച്ചതെങ്കിൽ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ആ സാഹോദര്യം നാം മുറുകെ പിടിക്കണം. രാജ്യത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കുവാൻ, രാജ്യത്ത് നടക്കുന്ന തിന്മകൾക്കും അനീതികൾക്കുമെതിരെ ശബ്ദമുയർത്തുവാൻ, രംഗത്ത് വരുവാൻ എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും യുവജന കൂട്ടായ്മയുടെ പേരിൽ 1000 അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജയ് ഹിന്ദ്.